SDPI നേതാവ് KS ഷാൻ വധക്കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടി. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി തള്ളി. RSS BJP പ്രവർത്തകരായ 10 പേരാണ് കേസിലെ പ്രതികൾ. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മനീഷ്, എന്താണ് കോടതി സൂചിപ്പിച്ചത്? പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി തള്ളാനുള്ള കാരണം എന്തൊക്കെയാണ്? വിജയകുമാർ, ഈ കേസ് തുടങ്ങി 2 വർഷം പിന്നിടുന്നു. ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച സംഭവത്തിൽ എന്തുകൊണ്ടാണ് അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ ഹർജി നൽകാതിരുന്നത്? ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളെല്ലാവരും പ്രതികളുടെ ഭാഗത്തുനിന്ന് മറ്റ് കേസുകളോ പ്രശ്നങ്ങളൊന്നും ഏർപ്പെട്ടിട്ടില്ല തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതി വ്യക്തമാക്കി. എന്താണെങ്കിലും രാഷ്ട്രീയമായി പോലും ഇത് കേസ് SDPI അടക്കം അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അത് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. നേരത്തെ ഈ കുറ്റപത്രം മടക്കണം എന്നുള്ള പ്രതിഭാഗം വാദവും കോടതി തള്ളിയിരുന്നു. അങ്ങനെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് തന്നെ നടുക്കി ഇരട്ട കൊലപാതകങ്ങളിൽ ആദ്യം രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ 16 പേർ, അതായത് മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചതിന് പിന്നാലെയാണ് SDPI സംസ്ഥാന സെക്രട്ടറി ഷാൻ വധക്കേസും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. പക്ഷേ ഈ കേസിൽ ഇതുവരെയും കുറ്റപത്രം വായിക്കലോ അല്ലെങ്കിൽ വാദമോ വിചാരണയോ തുടങ്ങാത്തത് വലിയ രീതിയിൽ വിവാദമായിരുന്നു, അല്ലെങ്കിൽ വിമർശനത്തിന് മാത്രമായിരുന്നു. ഈ സംഭവത്തിൽ നേരത്തെ ഈ ജാമ്യം റദ്ദാക്കണമെന്നുള്ള ആവശ്യത്തിന്മേൽ ഹർജിയിന്മേൽ പ്രതികളുടെ എല്ലാവരുടെയും വാദം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. ഇന്നാണ് അഡീഷണൽ സെഷൻസ് കോടതി ആ റദ്ദാക്കണമെന്ന ആവശ്യം അത് തള്ളിയത്. എന്താണെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PP ഹാരിസ് ഈ ഹൈക്കോടതി ഇവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യമായി ഇനി പോകുമെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി. RSS BJP പ്രവർത്തകരായ 10 പേരാണ് കേസിലെ പ്രതികൾ. ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് പ്രോസിക്യൂഷൻ അറിയിച്ചത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്.